evening, Trivandrum. Good evening, everybody. Thanks a lot for making it today evening. This is our after our 9th edition, we have come to Kerala. 9 times we have done it before, and first time it was in Dubai. We did it 9 times there. And after that, 2 times in Doha and 1 time in Bahrain. And right now, we have reached Kerala, Trivandrum. And this is to honor all the people who actually strive to make a difference in the last year. All these people who are around you, just take a look around and please give them a big round of applause because they are indeed what we call heroes. നമ്മുടെ ഈ ഒരു ഗ്ലോബൽ മീഡിയ ഒരുക്കുന്ന ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തീർച്ചയായും ഇതിന് വേണ്ടിയിട്ട് പരിപൂർണ പിന്തുണ കഴിഞ്ഞ 9 വർഷമായും നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആണ്. കഴിഞ്ഞ 9 വർഷത്തെ ഈ അസോസിയേഷനിൽ വേണ്ട ഗൈഡ് ലൈൻസ് നൽകുകയും വേണ്ട രീതിയിലുള്ള എല്ലാ നീക്കുപോക്കുകൾക്കുമൊക്കെയുള്ള എല്ലാ രീതിയും ഒക്കെ പറഞ്ഞു തരുന്നതുമൊക്കെ കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആണ്. അത് എത്രയും സുതാര്യമായിട്ട് നടത്താനുമൊക്കെ കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും അതിന് ബഹുമാനപ്പെട്ട ചെയർമാൻ ഡോക്ടർ ബിജു രമേശിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട കോൺസൽ ജനറലിൽ നിന്നും ഒരു മൊമെന്റോ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ടോക്കൺ ഓഫ് ലവ് ടു ഡോക്ടർ ബിജു രമേശ്, ദ ചെയർമാൻ ഓഫ് KCC, കേരള ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ചെയർമാന് ഗ്ലോബൽ മീഡിയ ഒരുക്കുന്ന ആദരം. 2 വാക്ക് നിറഞ്ഞ കൈയോടുകൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഡോക്ടർ ബിജു രമേശ്. ശ്രീ ഷിബു പ്രഭാകർ, അഡ്വക്കേറ്റ് ഷിബു പ്രഭാകറിനെയും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. കേരള ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അഡ്വക്കേറ്റ് ഷിബു പ്രഭാകർ, അദ്ദേഹത്തിനും ഈ വേദിയിൽ വെച്ച് നമ്മുടെ ആദരം അദ്ദേഹത്തെ അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ സപ്പോർട്ടിനുള്ള നന്ദി ഈ മൊമെന്റിലൂടെ അറിയിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട കോൺസൽ ജനറലാണ് അദ്ദേഹത്തിന് ഈ ആദരം നൽകുന്നത്. A few insights, please. Respected dignitaries and friends, first I thank Golden Achievement Award organizers for giving an opportunity to Kerala Chamber of Commerce and Industry for selecting awardees for Golden Achievement Award Kerala edition. ഇതിനു മുമ്പ് തന്നെ കേരള ചേംബർ ഈ ഗോൾഡൻ മീഡിയയുടെ പല പരിപാടികളിലും ഗൾഫിൽ പങ്കെടുത്തിട്ടുണ്ട്. ബിഫോർ ഗോയിങ് ടു സബ്ജക്റ്റ്, ഐ വുഡ് ലൈക്ക് ടു സേ ഫ്യൂ വേർഡ്സ് അബൌട്ട് ഇന്ത്യ ആൻഡ് കേരള. ഇൻ ഇന്ത്യ, പാസ്റ്റ് 10 years, we saw industrial scenario is changing and developing. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ലോകം മുഴുവൻ റിസിഷൻ്റെ ഒരു കാറ്റടിച്ചപ്പോഴും ഇന്ത്യയിൽ അത് ബാധിച്ചിട്ടില്ല. ഇൻട്രൊഡക്ഷൻ ഓഫ് മേക്ക് ഇൻ ഇന്ത്യ ആൻഡ് ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആർ ദ മെയിൻ റീസൺസ്. ഡെവലപ്ഡ് കൺട്രിയെ മാതൃകയാക്കിക്കൊണ്ട് നമ്മൾ ചില പരിഷ്കാരങ്ങൾ നമ്മളെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് വരുത്തിയതാണ് അതിൻ്റെയൊക്കെ പ്രധാന കാരണം. ഈ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റും പിന്നെ അതേപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റൊക്കെ വൻ വിജയമായിരുന്നു. അറ്റ് ദ സെയിം ടൈം അവർ നാഷണൽ ആറ്റിറ്റ്യൂഡ് ഇസ് ചേഞ്ചിങ്. ഇന്ത്യയുടെ ആൾക്കാരുടെ മനസ്സിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പീപ്പിൾ ആർ ഗിവിങ് റിപ്പീറ്റഡ് ചാൻസ് ടു സെയിം ഗവൺമെൻറ്. അതൊരു പ്രത്യേകതയാണ്. നമ്മൾ ഈ അടുത്ത ഇലക്ഷനും അടുത്ത കാലത്തുണ്ടായ പല റിസൾട്ടുകളെല്ലാം നോക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. അത് കൂടുതൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. ദാറ്റ് ഇസ് ഫോർ മോർ ഡെവലപ്മെൻറ്റ്. അതാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കേരളത്തിനെക്കുറിച്ച് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാം. വൺ ഓഫ് ദ ലാർജ് കൺസ്യൂമർ സ്റ്റേറ്റ്, ഹയസ്റ്റ് ലിറ്ററസി സ്റ്റേറ്റ്. നമ്മൾ ഏതാണ്ട് 100% ലിറ്ററസി 25 yearsന് ബാക്കിൽ നമ്മൾ അക്വയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം 85% ആണെന്ന് തോന്നുന്നു. ചെറിയ സംസ്ഥാനങ്ങൾ പോലും നമ്മൾ അടുത്ത് വരാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും അവർക്കൊക്കെ 70-75% ഉള്ളൂ. അത് കണക്ക് തന്നെ പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഹൈ, 10th ഇൻ ഇന്ത്യ. ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വിത്ത് ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ്, അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഇസ്
If you are traveling across the villages of India, we can feel a village. നമ്മൾ ഇന്ത്യയിൽ ഏത് സ്ഥലത്ത് പോയാലും ഒരു വില്ലേജിൽ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വില്ലേജ് ഫീൽ ചെയ്യാം. ഇൻ കേരള ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ എ വില്ലേജ്. കാര്യം അതുകൊണ്ട് കേരളത്തിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ഇസ് എ ലാൻഡ് ഓഫ് എൻലെസ് സിറ്റീസ് എന്നാണ്. കേരളത്തിൽ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഫീല് നമുക്ക് എവിടെ പോയാലും കിട്ടില്ല. കാര്യം എല്ലാം ബാലൻസ്ഡ് ആൻഡ് ഈക്വലി ഡെവലപ്ഡ് ആണ്. കേരള ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സദേൺ റീജിയൻ ഹാസ് സെലക്ടഡ് ദ അവാർഡീസ് ഓഫ് ഗോൾഡൻ അച്ചീവ്മെൻറ്റ് അവാർഡ്. ദ മെയിൻ പോയിൻറ്റ് കൺസിഡേർഡ് ആർ അവരെത്രത്തോളം പൈസ ഉണ്ടാക്കിയിട്ടൊന്നും അല്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ആ പിന്നെ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്തപ്പോൾ നമ്മൾ എന്തൊക്കെ പോയിൻ്റാണ് മാനദണ്ഡം എന്ന് വെച്ചാൽ ഹൗ ദേ സ്റ്റാർട്ടഡ്, ഹാർഡ് വർക്കിംഗ് നേച്ചർ, റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി, സർവീസ് ടു സൊസൈറ്റി, കൺസിസ്റ്റൻസി ആൻഡ് ലേണിംഗ് ഹാബിറ്റ്. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് ലേണിംഗ് ഹാബിറ്റ് ഇല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ഒരു സ്ഥാപനത്തിലോ ഒരു പ്രസ്ഥാനത്തിനോ ഒന്നും നിലനിൽക്കാൻ പറ്റത്തില്ല. മൈ പോയിൻ്റ് ഇസ് after globalization need to look at ourselves from the global perspective, that is learn everybody around us. ഇതായിരുന്നു പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന. ഇപ്പോൾ അതിനകത്ത് 3 വാക്കുകൾ വന്നിട്ടുണ്ട്. ലേൺ എവരിബഡി അറൗണ്ട് അസ് ഇൻ ദ വേൾഡായി. അത് ഭയങ്കര വിശാലമായി. അങ്ങനെ ആ ഒരു ഒബ്സർവേഷൻ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ് നിലനിർത്താൻ പറ്റത്തില്ല. അതിന് പറയുന്നത് നമ്മൾ ടീം വർക്ക് പഠിക്കേണ്ട ജാപ്പനീസിൻ്റെ കയ്യിൽ നിന്നാണ്. ലേൺ ടീം വർക്ക് ഫ്രം ജാപ്പനീസ്. ദേ ആർ എക്സലൻ്റ് അറ്റ് ടീം വർക്ക്. ലേൺ പ്രിസിഷൻ ഫ്രം ജർമ്മനാണ് പ്രിസിഷൻ എഞ്ചിനീയറിംഗ് എല്ലാം കൊണ്ടുവന്നത്. നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു ചെറിയൊരു കമ്പോണൻസ് സ്ക്രൂ ഡ്രൈവർ വെച്ച് എടുക്കുമ്പോൾ താഴെ പോയി കഴിഞ്ഞാൽ അത് തപ്പിയെടുക്കാൻ കുറേ സമയം വേണ്ടി വരുന്നു. അവരതിന് ചെയ്തൊരു പ്രിസിഷൻ സ്ക്രൂ ഡ്രൈവർ കൊണ്ടുവന്ന് ആ ചെറിയ നട്ടൊക്കെ ആ സ്ക്രൂ ഡ്രൈവറിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കും. അത് വർക്ക് കുറച്ചുകൂടെ കംഫർട്ടും ഈസിയൊക്കെ ആക്കി. അതേപോലെ തന്നെ ലേൺ നെഗോഷിയേറ്റിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഫ്രം അമേരിക്കൻസ്. അതാണ് നമ്മൾ ലോകത്തെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതോടൊപ്പം തന്നെ നമ്മളെക്കുറിച്ചാണ് ഏറ്റവും വലിയ അഭിപ്രായമുള്ളത്. ആൻഡ് ലേൺ ഹ്യൂമൻ വാല്യൂസ് ഫ്രം ഇന്ത്യൻസ് എന്നാണ് പറയുന്നത്. ഇന്ത്യൻസിനുള്ള ഹ്യൂമൻ വാല്യൂസ് ബാക്കി ഒരു രാജ്യക്കാർക്കും ഇല്ലെന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രത്തൻ ടാറ്റയിൽ നമ്മൾ കണ്ടത്. രത്തൻ ടാറ്റ ജീവിച്ചിരുന്നപ്പം സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും ആരും വലിയ പ്രശംസിച്ചിട്ടില്ല. മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയുള്ള പ്രശംസ കേട്ടപ്പോൾ നമ്മളെ അതിശയിച്ചു പോയി. ആ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് ആ ഒരു രീതിയിൽ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കാത്തതിൽ നമുക്ക് വളരെ വിഷമമുണ്ട്. അത് വി ഡിസൈഡഡ് the awardee should be role models and living monuments to inspire startup and society. ഈ ലിവിങ് മോണമെൻറ്റ്സ് എന്ന് പറയുമ്പം നമ്മുടെ രത്തൻ ടാറ്റ എല്ലാം ഒരു ലിവിങ് മോണമെൻറ്റ്സ് ആയിരുന്നു. പക്ഷേ അവർക്കൊന്നും അതേപോലുള്ള ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് അത് സൊസൈറ്റി എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ അവാർഡീസിനെ സെലക്ട് ചെയ്തപ്പോൾ ഇതെല്ലാം നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ സൊസൈറ്റിക്ക് എന്ത് കൊടുക്കുമെന്നുള്ള എപ്പോഴും വലിയൊരു കാര്യമാണ്. സൊസൈറ്റി ചിലപ്പോൾ റിജക്റ്റ് ചെയ്യും, ചിലപ്പം നമ്മളെ നല്ലത് ചെയ്താലും മോശം പറയും. അതെല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ്. സൊസൈറ്റിയിൽ ഒരു മോശം അനുഭവം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. അങ്ങനെയുള്ള ബിസിനസ്സുകാർക്കേ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റൂ. അത് ബിസിനസ് എന്നല്ല, രാഷ്ട്രീയമല്ല, ഏത് സെക്ഷനിലാണും ഈ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഫ്രം 35 റെഫറൻസസ് വി സെലക്ടഡ് 20 persons. ഐ വിഷ് എവരിബഡി വിൽ അക്സെപ്റ്റ് ദിസ്. ഐ താങ്ക് ഇവന്റ് ഡയറക്ടർ ലിയാഖത്ത് അലി, ദ സ്മാർട്ട് ബ്രെയിൻ ബിഹൈൻഡ് ദിസ് പ്രോജക്റ്റ് ഇൻ ബ്രിങ്ങിങ് ഇൻ ടു റിയാലിറ്റി. അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനൊക്കെയുള്ള ഒരു പരിപാടിയൊക്കെ നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് നമ്മൾ കണ്ടാൽ പറയത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മെൻ്റൽ ഒരു കാലിബർ ഭയങ്കരമാണ്. ഞാൻ ഗൾഫിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം കണ്ട് ഞെട്ടിപ്പോയി. അപ്പം അദ്ദേഹത്തിനെയും പ്രത്യേകം ഞാൻ അനുമോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടി ഇവിടെ നല്ല പടക്കം പൊട്ടുന്ന പോലെ അവതരിപ്പിച്ച നമ്മളെ മിഥുന് നല്ലൊരു കൈയടി എല്ലാവരും കൊടുക്കണം. കാര്യം നമ്മൾ വളരെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു ഫോർ ദ കൈൻഡ് വേർഡ്സ്.